പുതിയ അറിവുകൾ തേടുന്ന കേൾവിക്കാരായ നിങ്ങൾക്ക് ഈ ഒരു പുതിയ യാത്രയിലേക്ക് സ്വാഗതം. നമ്മളെപ്പോഴും പുതിയ കാര്യങ്ങൾ അന്വേഷിച്ച് പോകുന്നവരാണല്ലോ. അതെ. പക്ഷേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കേവലം കുറെ വിവരങ്ങൾ തരുന്ന ഒന്നല്ല, മറിച്ച് നമ്മൾ കാലങ്ങളായി വിശ്വസിച്ചു പോരുന്ന ചില കാര്യങ്ങളെ പൂർണ്ണമായും പുതിയൊരു കോണിലൂടെ കാണാൻ സഹായിക്കുന്ന ഒരു ഡീപ്പ് ഡൈവാണിത്. ശരിയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക്കാണ് ഇന്നത്തേത്. അതെ, ദി ഇന്റേണൽ ഡോൺ, റീഇമാജിനിങ് ദ നൈറ്റ് ഓഫ് പവർ എന്ന ചില കുറിപ്പുകളിലൂടെയാണ് നാം ഇന്ന് കടന്നുപോകുന്നത്. ഇസ്ലാമിക വിശ്വാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പമാണ് ലൈലത്തുൽ ഖദർ അഥവാ അധികാരത്തിന്റെ അല്ലെങ്കിൽ വിധിയുടെ രാത്രി എന്നത്. അപ്പോൾ ഈ കുറിപ്പുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലൈലത്തുൽ ഖദർ എന്ന ആശയത്തെ തികച്ചും വ്യക്തിപരവും ആന്തരികവുമായ ഒരു തലത്തിലേക്ക് മാറ്റിയെഴുതുകയാണ്. തീർച്ചയായും. അതായത് ഇതൊരു മതപരമായ ആചാരത്തെയോ കാഴ്ചപ്പാടിനെയോ പിന്തുണയ്ക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്ന പരിപാടിയല്ല. അല്ലവേ അല്ല. മറിച്ച് ഈ കുറിപ്പുകളിൽ പറഞ്ഞിരിക്കുന്ന വളരെ ആഴത്തിലുള്ള കുറച്ച് ഫിലോസഫിക്കലായ ചിന്തകളെ നിങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതെ. കലണ്ടറുകളിലെ ഏതോ ഒരു തീയതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാശയത്തെ നമ്മുടെ ഉള്ളിലെ വലിയൊരു മാറ്റമായി എങ്ങനെ കാണാമെന്ന് മനസ്സിലാക്കുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ ലക്ഷ്യം. കറക്റ്റ്. അപ്പോൾ ഈ ചർച്ച തുടങ്ങാൻ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം. ആയിരക്കണക്കിന് വർഷപ്പഴക്കമുള്ള ഒരു ആത്മീയ ഗ്രന്ഥത്തിലെ ഒരു അധ്യായം നമ്മൾ ഇന്ന് കാണുന്ന ഒരു ഹോളിവുഡ് സിനിമയുടെ ടീസർ അല്ലെങ്കിൽ ട്രെയിലർ പോലെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതൊരു ഗംഭീര ചോദ്യമാണ്. അല്ലേ? അവിടെ നിന്നാണ് നാം ഇന്ന് തുടങ്ങുന്നത്. കാരണം എനിക്കത് വായിച്ചപ്പോൾ ഭയങ്കര കൗതുകം തോന്നി. നമ്മൾ സാധാരണയായി മതഗ്രന്ഥങ്ങളെ സമീപിക്കുന്നത് എങ്ങനെയുള്ള ഒരു മൈൻഡ്സെറ്റിലാണ്? നിയമങ്ങളോ അല്ലെങ്കിൽ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളുടെ ഒരു ലിസ്റ്റൊക്കെ നൽകുന്ന ഒന്നായിട്ടാണല്ലോ. അതെ, ഒരു റൂൾ ബുക്ക് വായിക്കുന്ന പോലെ. കൃത്യം, ഒരു റൂൾ ബുക്ക്. എന്നാൽ ഈ കുറിപ്പുകളുടെ രചയിതാവ് ഖുറാനിലെ 97-ാമത്തെ അധ്യായമായ സൂറ അൽ ഖദർ എന്നതിനെ നോക്കിക്കാണുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടാണ്. ഇതൊരു ഇൻഫർമേഷൻ നൽകുന്ന അധ്യായമല്ല. ഇതൊരു പരസ്യം പോലെയാണ്, അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു വലിയ കാര്യത്തെക്കുറിച്ച് കേൾവിക്കാരനിൽ ഭയങ്കര ആകാംക്ഷയുണ്ടാക്കുന്ന ഒരു ടീസർ ട്രെയിലർ പോലെയാണ്. അതായത് ഈ അധ്യായത്തിലെ 2-ാമത്തെ വചനം ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവുമല്ലേ? അതെ. 2-ാമത്തെ വചനത്തിൽ ചോദിക്കുന്നത് ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിനക്കറിയാമോ എന്നാണ്. ഇതൊരു ചോദ്യമാണ്. ഇതൊരു ഉത്തരമോ അല്ലെങ്കിൽ വെറുമൊരു പ്രസ്താവനയോ അല്ല. ഈ ചോദ്യത്തിലൂടെ ആ രാത്രി എന്താണെന്ന് സ്വയം അന്വേഷിക്കാൻ വായനക്കാരനെ പ്രേരിപ്പിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഒരു നല്ല ട്രെയിലർ ഒരിക്കലും സിനിമയുടെ മുഴുവൻ കഥയും പറയില്ലല്ലോ. ഒരിക്കലുമില്ല. അത് നമ്മളെ തിയേറ്ററിലേക്ക് ആകർഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ചോദ്യം കേൾവിക്കാരനായ നിങ്ങളെ ആ ഉത്തരത്തിലേക്കുള്ളൊരു ആന്തരിക അന്വേഷണത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. അതെന്തായാലും ഒരു ഒന്നാന്തരം കമ്പാരിസനാണ്. ഒരു സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ക്യൂരിയോസിറ്റി ആ ചോദ്യം കേൾക്കുമ്പോഴും ഉണ്ടാകണമെന്നാണ് രചയിതാവ് ഉദ്ദേശിക്കുന്നത്. അതെ. ഒരു സ്പിരിച്വൽ ടെക്സ്റ്റ് ഒരു ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയാതെ നമ്മളെക്കൊണ്ട് തന്നെ ചിന്തിപ്പിക്കാൻ വിടുക എന്ന് പറയുന്നത് ആ വലിയൊരു കാര്യം തന്നെയാണ്. തീർച്ചയായും. എന്നാൽ ഈ കുറിപ്പുകളിലൂടെ കടന്നുപോയപ്പോൾ അതിനേക്കാൾ വലിയൊരു ആഹാ മൊമെന്റായി എനിക്ക് തോന്നിയത് ഇതിലെ ലോജിക്കലായ ചില ചോദ്യങ്ങളാണ്. ബാഹ്യമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ. അതെ. സാധാരണയായി ലൈലത്തുൽ ഖദർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അത് പുറത്ത് നടക്കുന്നൊരു സംഭവമാണ് എന്നാണ്. റമദാൻ മാസത്തിൽ ഒരു പ്രത്യേക തീയതിയിൽ ലോകത്ത് മുഴുവനും സംഭവിക്കുന്ന ഒന്ന്. എന്നാൽ ഈ കുറിപ്പുകളിൽ ഉന്നയിക്കുന്ന വളരെ പ്രാക്ടിക്കലായൊരു പ്രശ്നമുണ്ട്. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ ഒരു സ്ഥലത്ത് രാത്രിയാവുമ്പോൾ മറ്റൊരു സ്ഥലത്ത് പകലായിരിക്കുമല്ലോ. അതെ. ഇനി ഹിജ്റ കലണ്ടർ പ്രകാരം നോക്കിയാൽ തന്നെ ചന്ദ്രനെ കാണുന്നതിനെ ആശ്രയിച്ച് തീയതികൾ ഓരോ രാജ്യത്തും മാറും. കേരളത്തിൽ ഒരു ദിവസമാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ മറ്റൊരു ദിവസമായിരിക്കും. ശരിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന രാത്രി എല്ലാവർക്കും ഒരേപോലെ ഒരേ നിമിഷം അനുഭവപ്പെടുക? മാലാകമാർ ഇറങ്ങി വരുന്നു എന്നൊക്കെ പറയുന്നത് ടൈം സോൺ അനുസരിച്ച് മാറുന്ന കാര്യമാണോ? അല്ല. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഇതിലെ ലോജിക്കൽ പ്രശ്നം മനസ്സിലാവുന്നത്. ഈയൊരു ചോദ്യത്തിൽ നിന്നാണ് രചയിതാവ് വളരെ വ്യത്യസ്തമായൊരു നിഗമനത്തിലേക്ക് എത്തുന്നത്. അത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി. അതെ, അതൊരു വലിയ തിരിച്ചറിവാണ്. കാരണം ബാഹ്യമായ കാര്യങ്ങൾ, അതായത് തീയതി, സമയം, സ്ഥലം എന്നിവയൊക്കെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന വേരിയബിളുകളാണല്ലോ.
ഭൂമി ഉരുണ്ടതായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേ സമയം രാത്രി വരിക എന്നത് പ്രാക്ടിക്കലി അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ രാത്രി എന്നത് പുറത്ത് നടക്കുന്ന ആകാശത്ത് കാണുന്ന ഒരു പ്രതിഭാസമല്ല എന്നാണ് ഈ കുറിപ്പുകൾ സമർത്ഥിക്കുന്നത്. പിന്നെ എന്താണത്? അത് മനുഷ്യന്റെ ആന്തരിക അവസ്ഥയാണ്, ഇന്റേണൽ സ്റ്റേറ്റ്. ഓക്കെ. ഇവിടെ രാത്രി അല്ലെങ്കിൽ ഇരുട്ടെന്നത് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അജ്ഞതയുടെ, അതായത് യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവില്ലായ്മയുടെ അവസ്ഥയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ അതൊരു മോശം കാര്യമാണോ? അല്ല. അതൊരു നെഗറ്റീവായ കാര്യമല്ല, മറിച്ച് നമ്മുടെയെല്ലാം ഡീഫോൾട്ടായ ഒരവസ്ഥയാണ്. നമ്മളെല്ലാവരും ജനിച്ചു വീഴുന്നത് ഈ അജ്ഞതയുടെ രാത്രിയിലേക്കാണ്. മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ആ ഇരുട്ടുമാറി ആ അജ്ഞതയുടെ അവസ്ഥയ്ക്കൊരു ഇളക്കം തട്ടി പെട്ടെന്നൊരു പ്രകാശം കടന്നുവരുന്ന ആ ഒരു നിമിഷമുണ്ട്. ഒരു പുതിയ തിരിച്ചറിവുണ്ടാകുന്ന ആ നിമിഷം. അതെ. ആ നിമിഷമാണ് യഥാർത്ഥത്തിൽ ഈ അധികാരത്തിന്റെ രാത്രി അല്ലെങ്കിൽ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. ഇതിനെ കുറച്ചുകൂടി വലിയൊരു തലത്തിൽ ചിന്തിച്ചാൽ ഇത് കേവലം ആകാശത്തു നോക്കി നക്ഷത്രങ്ങളെ എണ്ണുന്ന പരിപാടിയല്ല, മറിച്ച് സ്വന്തം ഉള്ളിലേക്ക് നോക്കി അവിടെ നടക്കുന്ന മാറ്റങ്ങളെ നിരീക്ഷിക്കുന്ന പ്രക്രിയയാണ്. ഈ പറയുന്ന ഇന്റേണൽ സ്റ്റേറ്റ് എന്ന വാദം കുറച്ചുകൂടി വ്യക്തമാക്കാൻ രചയിതാവ് ചരിത്രത്തിൽ നിന്നുള്ള ഒരു ഉദാഹരണം കൂടെ കൊണ്ടുവരുന്നുണ്ടല്ലോ. പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നുള്ളൊരു ഉദാഹരണം. അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണത്. ഖുറാനിലെ 97-ാമത്തെ അധ്യായത്തിലെ 4-ാം വചനത്തിൽ പറയുന്നുണ്ട്, ആ രാത്രിയിൽ മാലാഖമാരും ആത്മാവും ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്ന്. കേൾവിക്കാരായ നിങ്ങൾ ഒരു നിമിഷം ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. സ്വർഗത്തിൽ നിന്നുള്ള മാലാഖമാർ കൂട്ടത്തോടെ നിങ്ങളുടെ നാട്ടിലേക്ക് വരുന്നുവെന്നറിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? നമ്മൾ വലിയ ആഘോഷങ്ങൾ നടത്തും. അതെ, നമ്മൾ തെരുവുകൾ അലങ്കരിക്കും, വെടികെട്ട് നടത്തും, ലൈറ്റുകൾ വയ്ക്കും. എന്നാൽ ഇതറിയാവുന്ന പ്രവാചകൻ എന്താണ് ചെയ്തത്? അദ്ദേഹം നേരെ വിപരീതമായ കാര്യമാണ് ചെയ്തത്. കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം മറ്റെല്ലാ തിരക്കുകളിൽ നിന്നും മാറി പള്ളിയിൽ ഒരു ചെറിയ ടെന്റ് കെട്ടി ഏകാന്തനായി ഇരുന്നുകൊണ്ട് പ്രാർത്ഥനയിൽ മുഴുകുകയാണ് ചെയ്തത്. ബാഹ്യമായൊരു ആഘോഷത്തിന് പകരം തികച്ചും ആന്തരികമായൊരു തയ്യാറെടുക്കാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം പുറത്തേക്കല്ല, സ്വന്തം ഉള്ളിലേക്കാണ് നോക്കിയത് എന്നത് ഈ കുറിപ്പുകളിലെ ആശയത്തെ വളരെ സ്ട്രോങ് ആയി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായും. ഈ ആന്തരിക അന്വേഷണം എന്നതിനെപ്പറ്റി പറയുമ്പോൾ രചയിതാവ് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു ചരിത്ര സംഭവമുണ്ട്. പ്രവാചകന്റെ പത്നിയായ ആയിഷ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം. അതെ, ആ രാത്രി കണ്ടെത്തിയാൽ താൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് അവർ ചോദിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്. കണ്ടെത്തിയാൽ എന്നാണ്. അതെ, ആ രാത്രി എപ്പോൾ സംഭവിക്കും എന്നല്ല അവർ ചോദിച്ചത്, മറിച്ച് അത് കണ്ടെത്തിയാൽ എന്നാണ്. ഫൈൻഡ് ചെയ്താൽ. നമ്മൾ പുറത്ത് നടക്കുന്ന ഒരു കാര്യത്തെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ആവശ്യമില്ലല്ലോ. നാളെ ചൊവ്വാഴ്ചയാണ് എന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതില്ല. അത് കാലണ്ടർ നോക്കിയാൽ അറിയാം, സ്വയമേവ സംഭവിക്കുന്നതാണ്. ശരിയാണ്. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഒരു കാര്യത്തെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ വേണം. പുറത്തുള്ള കാലണ്ടറുകളിലല്ല, സ്വന്തം മനസ്സിലാണ് ഈ രാത്രിയെ തിരയേണ്ടത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ചോദ്യം. സ്വന്തം ഉള്ളിൽ തിരയുക എന്ന് പറയുന്നത് കേൾക്കാൻ നല്ല രസമുള്ള കാര്യമാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയും. അതെ, കേൾവിക്കാരായ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ സകല ഡിസ്ട്രാക്ഷൻസിൽ നിന്നും മാറി നിൽക്കുക എന്നത് അത്രത്തോളം ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. വളരെ ബുദ്ധിമുട്ടാണ്. എപ്പോഴും നമ്മുടെ കൈകളിൽ ഫോണുകളുണ്ട്, സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷനുകളുണ്ട്, ഇന്റർനെറ്റിന്റെ അനന്തമായ ലോകമുണ്ട്. ഒരു 5 മിനിറ്റ് പോലും യാതൊരു ഗാഡ്ജറ്റുകളുമില്ലാതെ വെറുതെ ഒരിടത്ത് ശാന്തമായിരിക്കാൻ പലർക്കും കഴിയുന്നില്ല. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ നമ്മൾ ഒന്നെങ്കിൽ നെറ്റ്ഫ്ലിക്സ് കാണും, അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പറയുന്നത് പോലെ പുറത്തെ ലോകത്ത് നിന്ന് പൂർണ്ണമായും മാറി സ്വന്തം ഉള്ളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നത് ഇന്നത്തെ കാലത്തെ മനുഷ്യന് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായി മാറിയില്ലേ? മാറിയിട്ടുണ്ട്. നമ്മൾ ശരിക്കും നമ്മുടെ ഉള്ളിലെ ആ നിശബ്ദതയെ ഭയപ്പെടുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതെ, മനുഷ്യന്റെ ശ്രദ്ധ അല്ലെങ്കിൽ അറ്റൻഷൻ എന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കറൻസിയാണ്. വലിയ വലിയ ടെക് കമ്പനികൾ മുഴുവൻ മത്സരിക്കുന്നത് നമ്മുടെ ഈ ശ്രദ്ധ പിടിച്ചുപറ്റാനാണ്. അതെ അതെ. ഈ ബഹളങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ആ നിശബ്ദത കണ്ടെത്തുക എന്നത് ഭയങ്കര ശ്രമകരമായൊരു കാര്യമാണ്. സ്വന്തം ചിന്തകളുമായി തനിച്ചിരിക്കാൻ മനുഷ്യനിന്ന് ഭയമാണ്. ആ ഭയം മറികടക്കാൻ വേണ്ടിയാണ് നമ്മൾ എപ്പോഴും എന്തെങ്കിലും കണ്ടുകൊണ്ടോ കേട്ടുകൊണ്ടോ ഇരിക്കുന്നത്. കൃത്യം. എന്നാൽ ഈ കുറിപ്പുകൾ പറയുന്നത് ആ ഭയത്തെ നേരിട്ട്
നിശബ്ദതയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമേ നിങ്ങൾക്കീ പറയുന്ന ആന്തരിക പ്രഭാതം അനുഭവിക്കാൻ കഴിയൂ എന്നാണ്. ഇനി ഈ കുറിപ്പുകളിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമുക്ക് വരാം. ഖുറാനിലെ ഒരു അധ്യായത്തിൽ പറയുന്നത് ഈ രാത്രി 1000 മാസങ്ങളെക്കാൾ ഉത്തമമായത് എന്നാണ്. ഇവിടെ രചയിതാവ് തന്റെ മുൻകാല ധാരണകളെ സ്വയം തിരുത്തുന്നുണ്ട്. പലരെയും പോലെ അദ്ദേഹവും വിചാരിച്ചിരുന്നത് ഈ രാത്രിയിൽ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് 1000 ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്നാണ്. അതെ, ഒരു ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുന്നത് പോലെയുള്ള ഒരു ചിന്താഗതി. അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ചില പ്രത്യേക സ്റ്റേജുകളിൽ എത്തുമ്പോൾ നമുക്ക് ഡബിൾ XP അല്ലെങ്കിൽ 1000 XP ബൂസ്റ്റർ കിട്ടുന്ന ചില ബോണസ് റൗണ്ടുകൾ ഉണ്ടാകാറില്ലേ? അതെ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് പോയിന്റുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരവസരം. ഈ 1000 മാസം എന്നൊക്കെ കേൾക്കുമ്പോൾ പലരും ഇങ്ങനെയൊരു XP ബൂസ്റ്ററായിട്ടാണ് ഇതിനെ കണ്ടിരുന്നത്. പോയിന്റുകൾ കൂട്ടാനുള്ള അവസരം. അതെ, അതായത് ഇന്ന് രാത്രിയിരുന്ന് പ്രാർത്ഥിച്ചാൽ 83 വർഷം പ്രാർത്ഥിച്ചതിന് തുല്യമായ പോയിന്റ് കിട്ടും എന്നൊരു കാൽക്കുലേഷൻ. ഒരു ട്രാൻസാക്ഷണലായ മൈൻഡ് സെറ്റ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്തരമൊരു ചിന്താഗതി മതത്തെ വെറുമൊരു കണക്ക് പുസ്തകമാക്കി മാറ്റുന്നു എന്നാണ്. ശരിയാണ്. പക്ഷേ ഈ കുറിപ്പുകൾ ആ ചിന്തയെ പൂർണ്ണമായും പൊളിച്ചെഴുതുകയാണ് ചെയ്യുന്നത്. അതെ, ഇതൊരു മാത്തമാറ്റിക്കൽ മൾട്ടിപ്ലയർ അല്ല എന്നാണ് രചയിതാവ് കൃത്യമായി പറയുന്നത്. ഇവിടെ 1000 മാസങ്ങൾ എന്നത് ഏകദേശം 83 വർഷങ്ങൾ വരും. അതായത് ഒരു ശരാശരി മനുഷ്യന്റെ ആയുഷ്കാലം. ഒരു ആയുഷ്കാലം മുഴുവൻ മെക്കാനിക്കലായി പ്രാർത്ഥിച്ചാലും അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിച്ചാലും ലഭിക്കുന്നതിനേക്കാൾ വലിയൊരു കാര്യമാണ് ഈ ഒരു നിമിഷം കൊണ്ട് ലഭിക്കുന്നത് എന്നാണിതിന്റെ അർത്ഥം. ഇവിടെ അളവല്ല, ഗുണനിലവാരമാണ് വിഷയം. ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റിയാണ് പ്രാധാന്യം. മനസ്സിലായി. ഉദാഹരണത്തിന്, ഒരു ജോലിയിൽ 30 വർഷം യാതൊരു താൽപ്പര്യവുമില്ലാതെ മെക്കാനിക്കലായി ജോലി ചെയ്യുന്ന ഒരാളെയും തന്റെ ജോലിയിൽ പൂർണ്ണമായ പാഷനോടെ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്ന മറ്റൊരാളെയും ഒന്ന് സങ്കൽപ്പിക്കുക. അതെ. രണ്ടാമത്തെ ആൾക്ക് ചിലപ്പോൾ ഒരു നിമിഷത്തെ വലിയൊരു ഐഡിയ കൊണ്ടോ അല്ലെങ്കിൽ ഒരു മെന്ററുമായുള്ള ഒറ്റ മീറ്റിംഗ് കൊണ്ടോ ലഭിക്കുന്ന ഇൻസൈറ്റ് മറ്റേയാൾക്ക് 30 വർഷം കൊണ്ടും ലഭിക്കില്ല. അതുപോലെയാണിത്. വളരെ കൃത്യമായ ഉദാഹരണം. ഒരു പ്രാർത്ഥനയിലൂടെയോ ഒരു വായനയിലൂടെയോ നിങ്ങളുടെ ഉള്ളിൽ പെട്ടെന്നുണ്ടാകുന്ന ആ ഇൻസ്റ്റന്റ് കണക്ഷൻ, ആ മാറ്റം, അതിനാണ് 1000 മാസങ്ങളേക്കാൾ മൂല്യമുള്ളത്. നിങ്ങളൊരു മാറ്റത്തിനു വേണ്ടി 1000 മാസം കാത്തിരിക്കേണ്ടതില്ല. ശരിയായ രീതിയിൽ ഉള്ളിലേക്ക് നോക്കിയാൽ അതൊറ്റ നിമിഷം കൊണ്ട് സംഭവിക്കാം. ശരിക്കും ഒരു ആയുഷ്കാലം മുഴുവൻ കൊണ്ട് നേടിയെടുക്കേണ്ട ആത്മീയ ബന്ധം ഒറ്റ നിമിഷം കൊണ്ട് നേടിയെടുക്കാനുള്ള അവസരം. അതെ. ഈ പറയുന്ന ഇൻസ്റ്റന്റ് കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തെ വലിയ തിരിച്ചറിവ്, അത് സംഭവിക്കുമ്പോൾ ശരിക്കും നമ്മുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ആയിഷ പ്രവാചകനോട് ചോദിച്ചത് ഈ രാത്രിയിൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നാണ്. അതെ. അതിന് പ്രവാചകൻ നൽകിയ മറുപടി, ദൈവമേ, നീ ക്ഷമിക്കുന്നവനാണ്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രത്യേക സമയത്ത് മാത്രം ക്ഷമ ചോദിക്കുന്നതിന് ഇത്ര പ്രസക്തി? അതിനൊരു കാരണമുണ്ട്. കുറിപ്പുകളിൽ ഇതിനൊരു കൃത്യമായ സൈക്കോളജിക്കൽ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ദൈവം എപ്പോഴും ക്ഷമിക്കുന്നവനാണ് എന്ന്. അങ്ങനെയെങ്കിൽ എന്തിനാണ് വീണ്ടും വീണ്ടും അത് ചോദിക്കുന്നത്? അതിന് രചയിതാവ് നൽകുന്ന ഉത്തരം, ദൈവം എപ്പോഴും ക്ഷമിക്കുന്നുണ്ടാകാം, എന്നാൽ മനുഷ്യരായ നമുക്ക് ആ ക്ഷമ പലപ്പോഴും അനുഭവപ്പെടാറില്ല എന്നാണ്. കാരണം നമ്മുടെ പ്രാർത്ഥനകൾ പോലും വെറുമൊരു ശീലമായി മാറിയിരിക്കുന്നു. യാതൊരു വികാരവുമില്ലാതെ നമ്മൾ യാന്ത്രികമായി കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നു. അതെ, മനുഷ്യ മനസ്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്നാൽ, നമ്മളൊരു തെറ്റ് ചെയ്തുവെന്ന് വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയൊരു കുറ്റബോധം നമ്മൾ പേറുന്നുണ്ട്. തീർച്ചയായും. വെറുതെ ഒരാൾ വന്ന് ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഭാരം മാറണമെന്നില്ല. ആ ക്ഷമിക്കൽ നമുക്ക് ഹൃദയത്തിൽ ഫീൽ ചെയ്യണം. ഒരു സൈക്കോളജിക്കൽ റീസെറ്റ് അവിടെ നടക്കണം. ആ ആന്തരിക മാറ്റത്തിന്റെ സമയത്ത് നമ്മൾ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ടുവെന്നും ക്ഷമിക്കപ്പെട്ടുവെന്നുമുള്ള ആ ആഴത്തിലുള്ള തോന്നൽ നമുക്ക് ലഭിക്കുന്നു. പതിവ് ശീലങ്ങളിൽ നിന്ന് മാറി പൂർണ്ണമായ ശ്രദ്ധയോടെ നമ്മൾ ഉള്ളിലേക്ക് നോക്കുമ്പോൾ മാത്രമാണ് ഈ വികാരം ജനിക്കുന്നത്. അതെ. ആ വികാരം ലഭിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ലൈലത്തുൽ ഖദർ എന്ന രാത്രിയുടെ ഏറ്റവും വലിയ ഫലം. ഈ ഒരു അവസ്ഥയെയാണ് 5-ാം വചനത്തിൽ പ്രഭാതം വരെ അത് സമാധാനമാണ് എന്ന് പറയുന്നത്. ഈ പ്രഭാതം വരെ അത് സമാധാനമാണ് എന്നതിലെ പ്രഭാതം എന്ന് പറയുന്നത് പിറ്റേ ദിവസത്തെ സൂര്യോദയത്തെ അല്ലല്ലോ. ഒരിക്കലുമല്ല. ഈ വചനത്തിന് രചയിതാവ് നൽകുന്ന വ്യാഖ്യാനം വളരെ മനോഹരമാണ്. ഇവിടെ പ്രഭാതമെന്ന് പറയുന്നത് നമ്മുടെ ആന്തരിക പ്രഭാതത്തെയാണ്, ഇന്റേണൽ ഡോൺ. നമ്മുടെ ആ ടൈറ്റിൽ. അതെ,
നമ്മുടെ ഉള്ളിലെ അജ്ഞതയുടെ ഇരുട്ട് മാറി പുതിയൊരു തിരിച്ചറിവിന്റെ വെളിച്ചം കടന്നുവരുന്ന ആ നിമിഷം. ആ പ്രഭാതം ഉണ്ടാകുന്നതുവരെ, അതായത് ആ പൂർണ്ണമായ തിരിച്ചറിവ് ലഭിക്കുന്നതുവരെ സ്വന്തം ഉള്ളിലേക്ക് നോക്കി ആ സമാധാനം കണ്ടെത്തുന്ന പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. ശരിയാണ്. ആ ക്ഷമിക്കപ്പെട്ടുവെന്ന തോന്നൽ വരുമ്പോൾ ഉണ്ടാകുന്ന സമാധാനം, അത് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ആന്തരിക സംഘർഷങ്ങളെയും ഇല്ലാതാക്കുന്നു. ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള യാത്രയാണ് ശരിക്കും സമാധാനം നൽകുന്നത്. ശരിക്കും ഇതൊരു പുതിയ കാഴ്ചപ്പാട് തന്നെയാണ്. കാലങ്ങളായി വെറുമൊരു കലണ്ടർ തീയതിക്കു വേണ്ടി പുറത്തുള്ള എന്തിനോ വേണ്ടി കാത്തിരിക്കുന്നതിനു പകരം നമ്മുടെ ഉള്ളിലെ അജ്ഞതയുടെ ഇരുട്ടിനെ മാറ്റി അവിടെ പ്രകാശം നിറയ്ക്കാനുള്ളൊരു ആന്തരിക അന്വേഷണമാണ് ഈ രാത്രിയെന്ന് നാം ഈ കുറിപ്പുകളിലൂടെ മനസ്സിലാക്കി. വീഡിയോ ഗെയിമിലെ പോയിന്റുകൾ കൂട്ടുന്നതിന് പകരമായി ക്വാണ്ടിറ്റിയിൽ നിന്ന് ക്വാളിറ്റിയിലേക്കുള്ളൊരു മാറ്റമാണിത്. കൃത്യമായി പറഞ്ഞാൽ അത് തന്നെയാണ്. എന്നാൽ അതിന് ഇന്നത്തെ ലോകത്തെ സകല ബഹളങ്ങളിൽ നിന്നും നാം അല്പനേരമെങ്കിലും മാറി നിൽക്കേണ്ടതുണ്ട്. സ്വന്തം ഉള്ളിലേക്ക് നോക്കാൻ ധൈര്യം കാണിക്കേണ്ടതുണ്ട്. അറിവെന്നത് കേവലം തലച്ചോറിൽ ശേഖരിച്ചു വയ്ക്കാനുള്ള കുറെ വിവരങ്ങളല്ല. അത് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റാനുള്ളതാണ്. അതെ. ഈ കുറിപ്പുകൾ നമ്മോട് ആവശ്യപ്പെടുന്നത് കാര്യങ്ങളെ മറ്റൊരു കോണിലൂടെ കാണാനാണ്. അക്ഷരങ്ങളുടെ അർത്ഥങ്ങൾക്കപ്പുറം അവയുടെ ആത്മാവ് തൊട്ടറിയാനാണ്. ഇനി ഈ ഡീപ്പ് ഡൈവ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് കേൾവിക്കാരായ നിങ്ങൾക്ക് ചിന്തിക്കാൻ വലിയൊരു ചോദ്യം കൂടി ബാക്കി വയ്ക്കുകയാണ്. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ അധികാരത്തിന്റെ രാത്രി അല്ലെങ്കിൽ ലൈലത്തുൽ ഖദർ എന്നത് നമ്മുടെ ഉള്ളിലെ അജ്ഞതയുടെ ഇരുട്ടിനെ വകഞ്ഞുമാറ്റുന്ന ഒരു ആന്തരിക പ്രഭാതമാണെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ആ വെളിച്ചം വീണാൽ, ആ പ്രഭാതം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക? അതൊരു വലിയ ചോദ്യമാണ്. ഇരുട്ട് മാറിയതിനു ശേഷം എന്താണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ പ്രഭാതത്തിന് ശേഷമുള്ള നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും? ഒരുപാട് നാളായി ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന ഒരാൾ പെട്ടെന്ന് പ്രകാശത്തിലേക്ക് വരുമ്പോൾ കണ്ണഞ്ചി പോകുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിൽ ഈ വെളിച്ചം വന്നാൽ നിങ്ങളുടെ അതുവരെയുള്ള പല വിശ്വാസങ്ങളും ശീലങ്ങളും മാറേണ്ടി വരും. തീർച്ചയായും വലിയ മാറ്റങ്ങളുണ്ടാകും. ആ പുതിയ പകലിൽ പുതിയ തിരിച്ചറിവുകളോടെ ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഈ വലിയ ചോദ്യം നിങ്ങളുടെ ചിന്തകൾക്കായി വിട്ടുനൽകുന്നു. ഈ പുതിയ അറിവിലേക്കുള്ള അന്വേഷണത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. നിങ്ങളുടെ ഉള്ളിലെ ആ വെളിച്ചം നിങ്ങൾ കണ്ടെത്തുമെന്ന് കരുതുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.